അയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ BNS അനുസരിച്ചുള്ള കൊലപാതക കുറ്റം എന്ന് പറയുന്നതാണ് ഇവിടെ വന്നത്. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൽ ഇല്ലാതാകണം. അതിന് ഇവനെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് ശരീരത്തെ പരിക്കുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരാൾ അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചാൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം സ്വന്തമായിട്ടൊരു അമ്പലമൊക്കെ നിർമ്മിച്ചു. അതിൽ പൂജാരിയായിട്ടൊക്കെ തന്നെത്താൻ ഇരുന്നു, അവരോധിക്കപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി, ഇത്രാം തീയതി അദ്ദേഹം സമാധിയാകും എന്ന്. സമാധി എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ മരിക്കുക, അങ്ങ് മരിച്ചു പോകും. അദ്ദേഹം അത് മുൻകൂട്ടി കാണുക വളരെ ഒരു വിചിത്രമായ കാര്യമാണ്. ഈ ലോകത്ത് ആർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല അയാൾ എന്ന് മരിക്കും എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള സ്വാമിമാർക്കൊക്കെ അറിയാം അവരെന്ന് മരിക്കും എന്നുള്ളത്. അങ്ങനെ ഗോപൻ സ്വാമി അങ്ങ് തീരുമാനിച്ചു അയാൾ മരിക്കാൻ പോകുന്നത്. അയാൾ പറയുന്നല്ലത് അയാളുടെ മകൻ പറയുന്ന കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഗോപൻ സ്വാമി ഇതൊന്നും പറഞ്ഞതായിട്ട് ആർക്കും അറിഞ്ഞൂടാ. ഇത്രാം തീയതി മരിക്കും എന്ന് പറഞ്ഞതായിട്ട് രേഖകളോ റെക്കോർഡോ ഒന്നുമില്ല. അയാളുടെ മകൻ പറയുന്നു അയാൾ ഇങ്ങനെ സമാധിയായി എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ വടിയായി, കാര്യം തീർന്നു. അപ്പോൾ അതിന് പകരം അത് പറയുന്നത് രസകരമായ കാര്യവുമാണ് കേട്ടോ. അച്ഛനെ പ്രഷറിനുള്ള ഗുളിക കഴിച്ചു, പ്രഷറിനുള്ള മരുന്നും കഴിച്ചു, കഞ്ഞിയും കുടിച്ചു, സമാധിയായി. പിന്നെ സമാധിയായിട്ട് അച്ഛൻ തന്നെ എല്ലാം തീരുമാനിച്ച് ഒരു കല്ലറ പോലെ കെട്ടി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ അടപ്പില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടപ്പ് ഈ മരിക്കുന്നതാക്കി ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് മേളിൽ കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കണം. അപ്പോൾ അച്ഛനെ അത് ഇറക്കി ഇരുത്തിയിട്ട് ഇയാൾ കോൺക്രീറ്റ് ഇട്ടങ്ങ് അടച്ചു, വൃത്തിയാക്കി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, യഥാർത്ഥ അതാണ് കൊലപാതകം എന്ന് പറയുന്നത്. നമ്മുടെ BNS അനുസരിച്ച്, അതായത് നമ്മുടെ പഴയ ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ BNS അനുസരിച്ചുള്ള കൊലപാതക കുറ്റം എന്ന് പറയുന്നതാണ് ഇവിടെ വന്നത്. സമാധിയായി എന്നങ്ങ് ഒരാൾ പറയുക, അയാൾ ഇത്രാം തീയതി മരിക്കും എന്ന് അയാൾ പറഞ്ഞു. മരിച്ചോ മരിച്ചില്ല എന്നുള്ളതല്ലല്ലോ പ്രശ്നം, മരിച്ചു. അവസാനം ഇയാളെ കല്ലറയിൽ ഇറക്കി ഇരുത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ട് ഈ മോനെ അടച്ചു. എയർ ടൈറ്റായിട്ട് ഈ ഒരു സാധനം അടച്ചു കഴിഞ്ഞാൽ അയാൾ അതിനകത്തിരുന്ന് സമാധിയാവും, ഒരു സംശയമില്ല. കാരണം ഈ സമാധിക്ക് നമ്മൾ കൊലപാതകം എന്ന് പറയും. അതാണ് ഇവിടെ നടന്നേക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പോലീസ് ഇതിനകത്ത് സുവമോട്ടോ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ, അതായത് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൽ ഇല്ലാതാകണം. അതിന് ഇവനെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇത് പറഞ്ഞിട്ട് ആരെയും അറിയിച്ചില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ അച്ഛൻ വടിയാവുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനുണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം അവന് സ്വന്തമായിട്ട് മാത്രമേ കാര്യങ്ങൾ അറിയാവൂ. അതെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം നടത്തണം, എന്നിട്ട് കണ്ടുപിടിക്കണം അയാൾ ശ്വാസം മുട്ടി മരിച്ചാണോ എന്ന്. ആദ്യം അതാ നോക്കണ്ടേ. അതോ അയാൾ വേറെ വല്ല മുറിവോ അത് ശരീരത്തെ പരിക്കുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരാൾ അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചാൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. അങ്ങനെ ഇവിടെ കേസില്ല. അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നെന്ന് കേസില്ല. അയാൾക്ക് പ്രഷർ ഉണ്ടായിരുന്നു പറഞ്ഞു, ഹൈപ്പർ ടെൻഷൻ, അതിന് മരുന്ന് കഴിച്ച് കഞ്ഞിയും കുടിച്ചു, ഗുളികയും കഴിച്ചു, കഞ്ഞിയും കുടിച്ചു, മരിച്ചു, സമാധിയായി. ഈ പ്രഷറിൻ്റെ ഗുളികയും കഴിക്കുന്ന വെച്ചിട്ട് കഞ്ഞിയും കുടിക്കുന്നവരാരും മരിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, ഞാൻ അങ്ങനെ കേട്ടിട്ടുമില്ല. ഏതായാലും വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഈ മകൻ എന്ന് പറയുന്ന ആള് പറയുന്നത്. അയാൾ യഥാർത്ഥത്തിൽ അയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തണം. ഏതായാലും അന്വേഷണം നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം.